ഈശോയിലേറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവപരിപാലനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്നത്തെ ഈ വചനം ശ്രദ്ധയോടെ കേൾക്കാം. ഹൃദയം തുറന്ന് ദൈവവചനത്തെ സ്വീകരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനിടയാകട്ടെ. സങ്കീർത്തനം 119 105 വചനം നമുക്കറിയാം. കർത്താവിൻ്റെ വചനം പാതകളിൽ പ്രകാശമാണ്, വഴികളിൽ പ്രകാശമാണ്. അപ്പോൾ പ്രകാശം നൽകുന്ന ആ വചനത്തിൻ്റെ വഴിയിലൂടെ പോകാൻ നമുക്കുള്ള തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനം കേൾക്കാം. ലൂക്കാ 2:19 2:51 പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാണ്, മറിയമാകട്ടെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അത് ഗാഢമായി ഗൗരവത്വത്തോടെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കാരണം ദൈവവചനമാണ് സത്യം. യോഹന്നാൻ 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനം തന്നെയാണ് സത്യം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അച്ഛൻ വായിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം ചാപ്റ്റർ 3, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 3. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവം അവരെ സ്പർശിക്കുകയില്ല. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവം അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി പോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമാണെന്നും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരിക്കണം. നീതിമാന്മാർ ഒരുപക്ഷെ ഈ ഭൂമിയിൽ അവർക്ക് കുറച്ച് സഹനങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകാം, പക്ഷെ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. ദൈവം വിശുദ്ധരെ പരിപാലിക്കുന്നു. ദൈവവചനത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ ദൈവം പരിപാലിക്കുന്നു. അടുത്തത് നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിക്കരിക്കുകയും ചെയ്തതിനാൽ അധർമ്മിക്ക് അവൻ്റെ ചിന്തയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും. ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്. ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്. അപ്പോൾ ദൈവവചനത്തെ, സുവിശേഷ വചനത്തെ, ദൈവപ്രമാണങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്. അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നവും നിഷ്ഫലവുമാണ്. അവർ പ്രത്യാശ, അവർ സ്വപ്നം കാണുന്നത് നടക്കാൻ പോകുന്നില്ല. അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗമാണ്. അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ്. അത്തരം ആളുകളുടെ ഭാര്യ അല്ലെങ്കിൽ മക്കള് അവർ ബുദ്ധിശൂന്യനായിത്തീരുന്നു. അതായത് നീതിമാനെ അവഗണിക്കുക, ദൈവപ്രമാണത്തെയും ദൈവപ്രബോധനങ്ങളെയും ജ്ഞാനത്തിൻ്റെ വചനങ്ങളൊക്കെ പരിഹസിച്ചു തള്ളുന്നവൻ്റെ മക്കൾ കുടുംബത്തിൽ അവർക്ക് ബോധമൊന്നും കാണില്ലെന്നാണ് പറയുന്നത്. അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ്. അവരുടെ സന്തതികൾ ശാപഗ്രസ്തരാണ്. പാപകരമായ വീഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കയായ വന്ധ്യ അനുഗ്രഹീതയാണ്. പാപകരമായ വീഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കയായ വന്ധ്യ അനുഗ്രഹീതയാണ്. ദൈവം ആത്മാക്കളെ ശോധന ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. അവൻ്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും. അതായത് വിശുദ്ധി പാലിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, വിശുദ്ധി, അവിഹിത ബന്ധങ്ങൾ, ഈ ജടിക ലൈംഗിക വൈകൃതങ്ങൾ, തിന്മയിലേക്കൊന്നും പോകാതെ ദൈവകൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ അനുഗ്രഹീതരാണ്. അവർക്ക് പ്രതിഫലം, അവരുടെ വിശ്വസ്തതയ്ക്ക് ദൈവം പ്രതിഫലം കൊടുക്കും. കർത്താവിൻ്റെ ആലയത്തിൽ അവർക്ക് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും. സ്വർഗത്തിലൊരു സ്ഥാനം കിട്ടും. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവസ്ഥാനം കൊടുക്കും. ദൈവത്തെ ബഹുമാനിക്കും. ദൈവത്തോട് വിശ്വസ്ത കാണിക്കുന്നവർക്ക് ദൈവം ഒരു മഹത്വം കൊടുക്കും. സൽപ്രവർത്തികൾ മഹത്തായ ഫലമുളവാക്കുന്നു. വിവേകത്തിൻ്റെ വേര് അറ്റുപോകുകയില്ല.
വ്യഭിചാരികളുടെ സന്തതി പക്വത പാലിക്കുകയില്ല. നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിച്ചു പോകും. ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല. അവരുടെ വാർദ്ധക്യവും അവമാനം നിറഞ്ഞതായിരിക്കും. യൗവനത്തിൽ മരിച്ചാൽ അവർക്ക് ആശയ്ക്ക് വഴിയില്ല. വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല. അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും. അധർമ്മികൾ, ഈ ബൈബിൾ അധർമ്മി എന്ന് പറയുമ്പോൾ പല അർത്ഥത്തിൽ പറയാറുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16, അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. അധർമ്മി എപ്പോഴും തിന്മയോട് കൂട്ടുകൂടും, എല്ലാ തിന്മകളും കൂട്ടും. മദ്യഷാപ്പും മദ്യ കൂട്ടുകാരും രാഷ്ട്രീയവും, ചില പ്രത്യേകതര രാഷ്ട്രീയവും, സുഖഭോഗങ്ങളും, പെരുമയും അങ്ങനെയുള്ള സംഭവങ്ങളോട് ഭയങ്കര കൂട്ടാണ്. അതുപോലെ വ്യഭിചാര ബന്ധങ്ങളും ഉള്ള സെക്സ് വേൾഡും വളച്ചതയും ഗേയും ലെസ്ബിയനും ആ തിന്മ ഈ തിന്മ എല്ലാം ചെയ്ത് എല്ലാം കൂട്ടിയിട്ട് അതുങ്ങൾ കൂട്ടുകൂടുന്നു. അങ്ങനെ അധർമ്മികൾ വാക്കും പ്രവൃത്തികളും വേണ്ടി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെയാണ് 1 തിമോത്തി 4-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വചനം പറയും. വരും കാലങ്ങളിൽ ചില കപട ആത്മാക്കളും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചവർ വിശ്വാസത്തിന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 12, ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേര് നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കുകളും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വീണ്ടും പറയുന്നുണ്ട് 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 12-13 വചനം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്ടുകാരും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. ഉണ്ടോ? ബൈബിൾ പറയുക ദുഷ്ടൻ അധപ്പതിക്കും എന്ന് പറയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടന്റെ ഹൃദയം ഇളകി മറിയുന്ന കടല് പോലെയാ, ശാന്തമാകാൻ അതിനാവില്ല. ചെളികളും അശുദ്ധിയൊക്കെയാണത് അടിച്ചു കയറ്റുക. എന്നിട്ട് പറയും, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടന് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. യെശയ്യാ 48:22 കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. വീണ്ടും വചനം പറയുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. യെശയ്യാ 51:7-8 വചനം. ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. നിങ്ങൾ വചനത്തിലൊക്കെ പോകുമ്പോൾ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ മനുഷ്യർ നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ ഭയപ്പെടും. അവിടെ മനുഷ്യരുടെ നിന്ദനത്തെയോ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, രക്ഷ തലമുറകളോളം നിലനിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്ന് മാത്രം ചെയ്യുക. ലോകത്തോടും പാപത്തോടുമൊക്കെ ചേരാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ലോകാരൂപി വന്നിട്ട് പൈസ ചെയ്യുന്ന ആളുകളിൽ ദുഷ്ടത വർദ്ധിക്കുന്ന കാണാം. ലോകത്തിൽ ദുഷ്ടത വർദ്ധിക്കുന്നു, മ്ലേച്ഛ പാപങ്ങളൊക്കെ പെരുകുന്ന കാണാൻ പറ്റും. ആ വഴിയിലൂടെ നമ്മൾ വ്യാപരിക്കരുത്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമുക്ക് നൽകുന്ന താക്കീതാണത്. ഇവിടെയാണ് ഒരു വചനം അച്ഛൻ വായിക്കാൻ പോവാണ്. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം 18 മുതൽ വചനം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വചനം വളരെ പ്രധാനപ്പെട്ട തിരുവചനമാണ്. ഈ തിന്മയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണത്. അതിനെങ്ങനെയാണ്? മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം എല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വം സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെ സദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി.
അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടെ നിന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായിട്ടുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങൾ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. തങ്ങൾ തെറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ വചനം പറയുന്നത് ഇതൊക്കെ തെറ്റാണ്, തിന്മയാണ്. പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ തെറ്റ് തന്നെയാണ്, ആ പാപം തന്നെയാണ്. ദൈവവചനം അച്ഛൻ പറയണം, എനിക്ക് വേറൊന്നും പറയാനില്ല. ദൈവവചനമാണ് കേൾക്കേണ്ടത്. ദൈവവചനത്തിൽ നിന്ന് മാറരുത്. തിരുസഭ പോലും ദൈവവചനത്തോടാണ് വിശ്വസ്തത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ ഒരിക്കലും അതിന് മാറിപ്പോകാൻ പറ്റത്തില്ല. ദൈവവചനത്തോടാണ് വിശ്വസ്തത കാണിക്കേണ്ടത്. ആ വചനം നമ്മൾ രക്ഷപ്പെടുന്നതാണ്. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമാണ്. അതാണ് സത്യം. ആ ഒരു സത്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മുടെ യുക്തിയും ബുദ്ധിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ട് ഒരുപാട് ചിന്തിക്കുന്ന ആൾ ദൈവവചനത്തിനെതിരെ പോകുന്നു. അപ്പോൾ ലോകം മുഴുവൻ നേടിയാലും തുല്യ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? അടുത്ത വചനം പറയുകയാണ്, ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയായി അവർ കരുതിയ നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കരുതിയ നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അതുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു പോരായ്മ, പള്ളിയിൽ പോകുന്ന ഒരു പോരായ്മ, ബൈബിൾ വായിക്കുന്ന പോരായ്മ, കുരിശിലുമൊക്കെ കൈപ്പിടിക്കുന്ന പോരായ്മ, സ്തുതിക്കുന്നൊക്കെ ഒരു കരങ്ങൾ ഉയർത്തുന്നതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഒരു പോരായ്മയും മറ്റൊരു എന്ത് വിചാരിക്കും എന്ന് ചെറുതായിപ്പോൾ ദൈവസന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നത് എങ്ങനെ ചെറുതാകുന്നത്? അത് മഹത്വത്തിൻ്റെ അടയാളമല്ലത്. ഹൃദയം കൊണ്ട് ആരാധിക്കുന്നത് പള്ളിപ്പൊരു മുട്ടുകുത്തുമ്പോൾ ദൈവം അതിനനുസരിച്ച് ജീവിക്കും മക്കളെ. അതുകൊണ്ട് എന്താ കുടുംബ പ്രശ്നങ്ങളും വ്യക്തി പ്രശ്നങ്ങളും മുഴുവൻ വരും ദൈവവും ഈ പ്രശ്നമാണ്. ദൈവത്തെ അംഗീകരിക്കുന്നതൊരു പോരായ്മയായി കരുതിയ നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അതിനുശേഷം പറയാം, അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാം. അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, തിന്മ നിറഞ്ഞവരാം. അസൂയ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് ഒന്ന് കൂടുന്നു. അസൂയ ഭയങ്കര ജലസി, അസൂയ. എല്ലാവരും അസൂയ. എവിടെ നന്മയെ തിന്മയാക്കി മാറ്റും. ഭയങ്കരമാണ്. തിന്മയോടക്കാർക്ക് യാതൊരു പ്രശ്നം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നന്മയ്ക്കിട്ടാണ് എപ്പോഴും വരുന്നത്. ദൈവവചനം പ്രഘോഷിക്കുന്നത്, സുവിശേഷത്തിനെതിരെ, സുവിശേഷ വചനത്തിനെതിരെ. എന്നാൽ തിന്മയോട് ഇവർക്ക് ഒരു കുഴപ്പമില്ല. ഭയങ്കര അതിനെതിരെ ഒരു അക്ഷരം പോലും പറയില്ല അവർ. അതിന് ഭയങ്കര സപ്പോർട്ടിങ്. അതേ ഓൾവേസ് എൻജോയ്. സുഖങ്ങൾക്കെതിരെ മനുഷ്യൻ്റെ അതൊന്നും ഒരു പാപമല്ല. അന്ന് പാപം വെച്ചാൽ സത്യം വിളിച്ച് പറയുന്നതാണ് പലപ്പോഴും പാപമായിട്ട് കാണുന്നത്. സത്യം ദൈവവചനം വിളിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ, ദൈവവചനത്തിൽ വെള്ളം ചേർക്കാതെ പ്രസംഗിക്കും. അതാണ് ഇന്ന് മനുഷ്യൻ പാപമായിട്ട് കാണുന്നത്. അല്ലാതെ പാപവും ഇവർ കാണുന്നതല്ല. അവർ കാണുന്നത് മറ്റത് ഞങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടു. കാരണം വെച്ചാൽ അവർക്ക് ഇതാണ് ദൈവവചന സുവിശേഷത്തെ അംഗീകരിക്കുന്നത്, ദൈവവചനത്തെ അംഗീകരിക്കുന്ന ഒരു പോരായ്മയായി കരുതിയ നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവരും മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീരുന്നു. ഇത്തരം പ്രകൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണെന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ട് അവർ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന. സ്തുതിക്കുന്നു. കർത്താവേ, ഈ പാപത്തിൻ്റെ പടുകുടിയിൽ ഞങ്ങളെ കരകയറ്റണമേ എന്ന് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവസന്നിധിക്കും വചനത്തെ മുറുകെ പിടിക്കുക. വിശുദ്ധിയുടെ മാർഗത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കരുത്. ആര് പറഞ്ഞാലും വ്യതിചലിക്കരുത്. വിശുദ്ധിക്കെതിരായുള്ള പാപം ചെയ്യരുത്. ദൈവവചനത്തെ മുറുകെ പിടിക്കുക. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാലും ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും സ്വീകാര്യമാണെങ്കിലും ഈ കാലഘട്ടം ഇങ്ങനെയാണ്. ലോകം അങ്ങനെ പോയേക്കരുത്. ഈശോ പറഞ്ഞ വചനം ഒരിക്കലും മറന്നേക്കരുത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-18 നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല. ആകാശത്തിനും ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ലോകത്തൊരുപാട് മാറ്റങ്ങൾ വരും. ഈശോ പറഞ്ഞു, ലോകത്തൊരുപാട് മാറ്റങ്ങൾ വരും, പക്ഷേ ദൈവവചനത്തിന് മാറ്റമുണ്ടാകില്ല.
എഴുതിയത് തന്നെ. ഈശോയെ കുരിശ് തറച്ചപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു യഹൂദന്മാരുടെ രാജാവാണ് എന്നുള്ള എഴുതിയപ്പോൾ ഉടനെ യഹൂദന്മാരോട് അങ്ങനെ എഴുതരുത്, യഹൂദന്മാർ രാജാവാണ് താനെന്ന് ഇവൻ പറഞ്ഞുവെന്ന് ഒരു വാക്കും കൂടെ ചേർത്ത് വെച്ചാൽ മതി. ഉടനെ പിലാത്തോസ് ഇല്ല, ഞാൻ എഴുതിയത് തന്നെ. അതാണ് അതൊരു വലിയ അർത്ഥമാണ്. നമുക്ക് തോന്നും അതിനിടയ്ക്ക് ചില വചനം കേട്ടിയാലോ, ബൈബിളിനിടയിൽ ഒരു അക്ഷരം കൂടെ 2 സെൻറ്റൻസ് കൂടെ കൂടുതൽ കൂട്ടിയാലോ, കുറച്ച് രണ്ടെണ്ണം ആഡ് ചെയ്താലോ, അതിന് ഇടയ്ക്കൊരു സെൻറ്റൻസ് കൂടെ കൊടുത്താലോ ഒക്കെ അതെല്ലാവരുടെ ആഗ്രഹമാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ, അതല്ലേ അവിടെ എന്താണ് പ്രശ്നം എന്താണ്, അവർക്ക് യഹൂദർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണം. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഈ യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതുമ്പോൾ അത് അവരെ ബാധിക്കും. യഹൂദന്മാർ രാജാവാണ് താനെന്ന് ഇവൻ പറഞ്ഞു എന്ന് എഴുതിയാൽ അവരെ ബാധിക്കില്ല, അത് പ്രശ്നം തീർന്നു. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകും, അവിടെ പ്രശ്നം അത് സത്യം എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇടയ്ക്കൊരു സെൻറ്റൻസുകൾ വേണമെങ്കിലും കോംപ്രമൈസ്ഡായി നമുക്ക് ഒരുമിച്ച് നമുക്ക് ലോകം എപ്പോഴുണ്ട് ഈ ആത്മീയ ജീവിതവും ലൗകിക ജീവിതവും കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇന്ന് തത്രപ്പെടുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ലോകത്ത് കോംപ്രമൈസ് ചെയ്യിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾ ഒത്തിരി ഉണ്ട്. രണ്ടും കൂടെ ചേർന്ന് വേറൊരു ബന്ധം കൂടെ കൂട്ട് അതിനൊരു വചനം കണ്ടുപിടിച്ചുകൊണ്ട് വരുവേ. മദ്യപിക്കുന്നവനും കണ്ടുപിടിക്കും ഒരു വചനം അവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുവേ. വേറെ എന്തിനൊക്കെ ഒരു വചനം എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരുവേ. അവിടെ ഒരു സഭയുടെ പ്രബോധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ അങ്ങനെയായിരുന്നു, ഇവിടെ ഇങ്ങനെയായിരുന്നു. കാരണം ഇവൻ ഇതിനിടയിലൊന്നും കയറിയില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. അതാണ് യഹൂദർക്ക് ഉറക്കം പോയി. കാരണം പിലാത്തോസ് എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതി വെച്ചപ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ച ആ ബലകം ഉണ്ടല്ലോ, അത് മാറ്റാൻ പറഞ്ഞു പിലാത്തോസിനോട്. പിലാത്തോസ് ഇല്ല, ഞാൻ മാറ്റില്ലത്, ഞാൻ എഴുതിയത് തന്നെ. അത് ഈ എഴുതപ്പെട്ട വചനം ഇതങ്ങ് കേട്ടാൽ മതി, വേറെ ആരും പറഞ്ഞ് കേൾക്കേണ്ട കാര്യമില്ല. ഇതേപടി തന്നെ അതെല്ലാവർക്കും ഒരുപോലെ ബാധകം. അത് വൈദികനായാലും സന്യാസിനിയായാലും അൽമായനായാലും ക്രിസ്ത്യാനിയായാലും അവിശ്വാസിയായാലും വിശ്വാസിയായാലും എല്ലാവർക്കും ഈ ബൈബിളിലെ വചനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അങ്ങനെ കണ്ണും പൂട്ടി ഞാൻ പരിശ്രമിക്കുന്നതൊന്നും ധ്യാനിക്കുന്നു, എനിക്ക് ബൈബിളിനെയും ദൈവവചനത്തിനും കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ള കൃപ തരണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന. വേറൊന്നും ചോദിക്കും, കർത്താവ് നിൻ്റെ വചനത്തെ നീ പറയുന്ന കാര്യങ്ങളെ കണ്ണും പൂട്ടി ഒന്ന് വിശ്വസിക്കാനുള്ള കൃപ, അത് മാത്രം. അതിനിടയിൽ വേറെ കയറ്റിക്കും നമ്മുടേതായ വ്യാഖ്യാനം, നമ്മുടേതായ ബുദ്ധി യുക്തി ഒക്കെ കയറ്റുന്ന സംഭവം അത് മാറ്റിയേക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എളിമയോടെ വിശ്വസിക്കുക, വചനത്തെ വിശ്വസിക്കുക, കണ്ണും പൂട്ടി. ബൈബിള് നമ്മളെന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് ഉറപ്പിച്ച് നിൽക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, വചനത്തോട് ചേർന്ന് നിൽക്കുക, വചനത്തിൻ്റെ ജീവിതം നയിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക. അത് അണുവിടെ വെറുതെയാലിക്കായിരിക്കുക ശ്രദ്ധിക്കുക. 1 തെസ്സലോനിക്കർ 4:3 7-8 വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്, വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകണമെങ്കിൽ ആത്മവിശുദ്ധി വേണം. പണത്തോടും സുഖത്തോടും പേരിനോടും പെരുമയോടും അതിനോട് താല്പര്യം, ജഡികത, ശരീരത്തിൻ്റെ ആസക്തികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല, ഒരിക്കലും പറ്റത്തില്ലത്. അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം രക്ഷിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം. നമ്മൾ അത് അശുദ്ധിയാണെന്ന് പരിശുദ്ധാത്മാവ് ചില മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ അശുദ്ധി തന്നെയാണ്. അവിടെ പ്രിയപ്പെട്ട മക്കളെ, ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ദുഷ്ടഹൃദയത്തിൽ നിന്നും പുറത്തിറക്കണം. ദുഷ്ടൻ ഒരിക്കലും രക്ഷപ്പെടില്ല, ദുഷ്ടൻ്റെ ആത്മാവ് രക്ഷപ്പെടത്തില്ല, ദുഷ്ടൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. നമ്മൾ ലോകം മുഴുവൻ നേടിയാലും, നീ ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു, നീ ആഗ്രഹിച്ച ചെറുക്കനെ കല്യാണം കഴിച്ചു, നീ ആഗ്രഹിച്ച പോലെയൊക്കെ മക്കളെ ജനിപ്പിക്കുക, എല്ലാവരും അവരുടെ ഇഷ്ടം പോലെ മക്കളെ ജനിപ്പിക്കുക, എല്ലാം ഞങ്ങൾ തീരുമാനം. അതൊന്ന് ദൈവമൊന്നും വേണം, വചനമൊക്കെ മാറ്റി. ഇപ്പം ഞങ്ങളിവിടെ വലിയൊരു ആളാകാൻ പോവാം. എത്ര ദിവസം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെന്ന്, ഈ ലോകം മുഴുവൻ നേടിയാലും നീ ആഗ്രഹിച്ചത് മുഴുവൻ നീ നേടിയ, പഠിത്തം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, കഴിവുകൊണ്ടൊക്കെ നേടിയാൽ നീ ഡോക്ടറായി, എഞ്ചിനീയറായി, നീ വലിയ സംഭവമായി, ലോകത്തെ പ്രസിഡൻ്റായി, ഇതായി ലോകം മുഴുവൻ നേടിയാൽ നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? അത് പാപം ചെയ്യുമ്പോൾ ആത്മനാശം ഉണ്ടാകുന്നു. വ്യഭിചാരത്തിലും കൊലപാതകത്തിലും ഗർഭചിത്രത്തിലും ഒക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ പണം, സുഖം, വീട്, കൊട്ടാരം, സംഭവം, പണം, ഇന്നത്തെ ലോകം മുഴുവൻ വേറൊരു സംഭവമാണ്. ഒരു മായാലോകം തീർത്തുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടെയാണ് ആഘോഷമായിട്ട് വചനവിരുദ്ധമായിട്ട് ആഘോഷമായിട്ട് ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്. അത് മാറിക്കണം. ആത്മരക്ഷയെക്കുറിച്ചുള്ള നല്ല വിവേകം ഉണ്ടാകും. സ്വന്തം ആത്മാവിനെ വിറ്റ് നീ നേടിയിട്ട് എന്ത് കിട്ടാൻ? നാളെ നീ ശവപ്പെട്ടി കിടക്കേണ്ട ദിവസമുണ്ട്. ഞാനും നിങ്ങൾ ശവപ്പെട്ടി കിടക്കുമ്പോൾ ആത്മരക്ഷ, എൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടു. വേറെ നോക്കണ്ട. നമുക്കറിയാം, സക്കൈബൂസ് തൻ്റെ വീട്ടിൽ കള്ളത്തരത്തിലൂടെ നേടിയുടെ സമ്പത്ത് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് കളയുന്നതിന് കാരണം അവന് ആത്മരക്ഷയെക്കുറിച്ചുള്ള ബോധ്യം കിട്ടി. ആത്മരക്ഷയാണ് ഈ പണത്തെക്കാളും വലുത്. അവിടെ പണം മുഴുവൻ കൊടുത്തവൻ യേശുവിനെ വാങ്ങുന്നൊരുവനാണ്. വേറൊരുത്തരും ഇവിടെ പണം കൊടുത്ത് യേശുവിനെ വിൽക്കുന്നൊരുത്തൻ. യൂദാസ് അവൻ 30 വെള്ളി നാണയത്തിന് ഈശോയെ വിൽക്കുമ്പോൾ
ഇവിടെ ഇവനുള്ളതെല്ലാം വിൽക്കുകയാണ് യേശു ക്രിസ്തുവിനെ നേടാൻ വേണ്ടി സക്കൈവൂസ്. അതാണ് ഈ ഒരു ബോധം തെളിയട്ടെ, സക്കൈവൂസിൻ്റെ ബോധം നമുക്കുണ്ടാകട്ടെ. അല്ല, യൂദാസിൻ്റെ ബോധം നമ്മുടെ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും കടന്നു വരാതിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. ഈ അന്ധകാരത്തിൻ്റെ കാലഘട്ടമാണ്. ഒരുപാട് യൂദാസുമാർ സഭയിലും ലോകത്തും മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുക. സക്കൈവൂസുമാരുടെ എണ്ണം കുറവാണ്. യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ സംഭവം വേണം. അതിന് ആത്മരക്ഷ ഉണ്ട്. ലോകം മുഴുവൻ നേടിയാലും നീ ആഗ്രഹിച്ച ജോലി, സ്ഥാനം, ഇരിപ്പിടം എല്ലാം കിട്ടിയാലും നേടിയത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കുക. നീ നേടിയത് ഓരോന്നിനെ കുറിച്ച് നീ വിശകലനം ചെയ്യും. ഒരു സോറി പറഞ്ഞാൽ തീരുന്നു എന്ന് കരുതരുത്. എല്ലാം കൂടെ ഒരു സോറി പറഞ്ഞാൽ മതി. ആര് പറഞ്ഞു? എല്ലാത്തിനും നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 6-ാമത്തെ എന്തെന്നാൽ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. ദൈവത്തെ ആർക്കും, ഗലാത്യ 6:7, ദൈവത്തെ ആർക്കും കബളിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ ആർക്കും കബളിപ്പിക്കുവാൻ കഴിയില്ല.